والتابعون لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠനത്തിനു വേണ്ടി നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്നതിൽ എല്ലാവിധ ബറക്കത്തും ഖൈറും നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും ബന്ധുക്കളിലും സ്നേഹികളിലും ഏറ്റി നിൽക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കാനും പകർത്താനും അതനുസരിച്ചു ജീവിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും ഏറെ ഭാഗ്യം നൽകുമാറാകട്ടെ. സൂറത്തുൻ നൂറിലെ 10 ആയത്തുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പറഞ്ഞു വച്ചത്. ആ 10 ആയത്തിൽ പ്രധാനമായും പറഞ്ഞിരുന്ന 2 വിഷയങ്ങൾ, 3 വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. ആദ്യമായി വേശ്യാവൃത്തിയെ സംബന്ധിച്ച് സൂറത്തുൻ നൂർ പറഞ്ഞു തുടങ്ങി. ശേഷം നാട്ടിലുള്ള നല്ല സ്ത്രീകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ച് അപവാദ പ്രചരണം നടത്തുന്നതിന്റെ ശിക്ഷയും അതിന്റെ ഗൗരവവും ഒക്കെ പഠിപ്പിച്ചു. ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടായാൽ മതിയായ സാക്ഷികളില്ലെങ്കിൽ എന്താണ് പ്രതിവിധി എന്നും അത് അല്ലാഹുവിന്റെ വലിയ റഹ്മത്തും ഔദാര്യവും ആണെന്നും അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തിയ ശേഷം വിശിഷ്ട വ്യക്തികളെ സംബന്ധിച്ചാകുമ്പോൾ മഹത്വമുള്ള ആളുകളെ സംബന്ധിച്ച് ഖദഫ് പറയുമ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് പഠിപ്പിക്കാനാണ് 11 മുതൽ 10-18 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വന്ന ഒരു അപവാദ പ്രചരണം, അതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ ആയത്തും വിശദീകരിക്കുമ്പോൾ അവിടെ അത് പറയും. ചരിത്രത്തിലുണ്ടായ വലിയൊരു സംഭവമാണ്. അതിൽ നിന്ന് സൂറത്തുൻ നൂർ ഇതുവരെ വന്നു പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം, വലിയ ആളുകളെ സംബന്ധിച്ചാകുമ്പോൾ നേരത്തെ പറഞ്ഞ ശിക്ഷ പോലെ ഒന്നും ആയിരിക്കൂല വിഷയം ഉണ്ടാകുക. കുറച്ച് കടുപ്പേറും. അത് പറയപ്പെടുന്ന വ്യക്തികളിലേക്ക് നോക്കിയിട്ടാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വവും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പരിശുദ്ധിയും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച പത്നിമാരുടെ വിശുദ്ധിയുമാണ് ഇതിൽ നിന്ന് നാം പഠിക്കുന്ന മറ്റൊരു പാഠം. ഉദാഹരണത്തിന് ഒന്ന് മതിയല്ലോ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചുണ്ടായ ആ അപവാദ പ്രചരണത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ശൈലി നമ്മളൊന്ന് നോക്കാം. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും, നിശ്ചയം ജാഊ ബിൽ ഇഫ്കി, ആ നിർമ്മിത വർത്തമാനം, നിർമ്മിച്ചുണ്ടാക്കിയ ആ വിവരം, അപവാദ പ്രചരണം കൊണ്ടുവന്ന ആളുകൾ
നിങ്ങളിൽപ്പെട്ട ഒരു ചെറു സംഘമാണ്, ഒരു ചെറിയ വിഭാഗമാണ്. ലാ തഹ്സബൂഹു ശർറൻ ലക്കും. ആ വാർത്ത പ്രചരിച്ചത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്, എന്നേക്കും ഒരിടങ്ങേറാണ് എന്ന് നിങ്ങൾ ഭാവിക്കരുത്. അള്ളാഹു പറയുന്നത് അങ്ങനെ ഒരു വർത്തമാനം ഉണ്ടായത് ഒരിടങ്ങേറായി പോയി എന്ന് കരുതരുത്. ലാ തഹ്സബൂഹു ശർറൻ ലക്കും. അങ്ങനെ ഒരു അപവാദ പ്രചരണം നടന്നത് ഒരു ബുദ്ധിമുട്ടാണ്, ഒരിടങ്ങേറാണ് എന്ന് നിങ്ങൾ കരുതരുത്. ബൽ ഹുവ ഖൈറുൽ ലക്കും. എന്ന് മാത്രമല്ല, അത് നിങ്ങൾക്ക് ഖൈറാണ്, ഗുണകരമാണ്. അത് നിങ്ങൾക്ക് ഗുണകരമാണ്. അങ്ങനെ ഒരു വാർത്ത ഉണ്ടായാലും എന്താ ഗുണകരം? അതിന്റെ പിന്നിൽ വരുന്ന ക്ഷമക്ക് കയ്യും കണക്കില്ലാത്ത സവാബ് അല്ലാഹു തരും. ഈ വിഷയത്തിൽ മെമ്പർമാരായി നിൽക്കുന്ന മഹാന്മാർ അവര് നല്ലോണം ക്ഷമിക്കാൻ കഴിവുള്ളവർ. അവര് മാത്രമല്ല, അവരെ ചുറ്റിപ്പറ്റിയ കുടുംബങ്ങളും നല്ലോണം അവർ ക്ഷമിക്കും. അപ്പൊ വലിയ സവാബ് അല്ലാഹു തരും, കണക്കില്ലാത്ത സവാബ്. മറ്റൊന്ന്, അങ്ങനെ ഒരു വാർത്ത ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പരിശുദ്ധി എത്രയുണ്ടെന്ന് പുറം ലോകത്തേക്ക് വെളിവാകാൻ ഇതൊരു കാരണമാണ്. മാത്രമല്ല, ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ആര് പറഞ്ഞാലും ഇസ്ലാമിന്റെ നീതി എല്ലാവർക്കും ഒന്നാണ് എന്നുകൂടി ബോധ്യപ്പെടുത്തലാണ്. അപ്പൊ ഒരുപാട് വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് ഇത് നിങ്ങൾക്ക് ഖൈറാണ്. ബൽ ഹുവ ഖൈറുൽ ലക്കും. ആ ഒരു വർത്തമാനം ഉണ്ടായത് നിങ്ങൾക്ക് ഗുണകരമാണ്. ലികുല്ലി ഇംരിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്ം. ഈ അപവാദ പ്രചരണത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ടും പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും പെട്ടിട്ടുണ്ട്. ലികുല്ലി ഇംരിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്ം. ഓരോരുത്തർക്കുമുണ്ട് ഓരോരുത്തർ സമ്പാദിച്ച കുറ്റത്തിന്റെ അളവുണ്ട്. എന്ന് പറഞ്ഞാലേ എല്ലാവരും സംസാരിച്ചിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റിയുള്ള ഈ ആരോപണം പറഞ്ഞിട്ടില്ല എല്ലാവരും. പറഞ്ഞവര് കുറച്ചാളാണ്, കേട്ട് നിന്നവര് വേറെ കുറച്ച് ആൾക്കാർ, കേട്ടിട്ട് ഒരു അംഗീകാരം നൽകി ചിരിച്ചവര് മറ്റൊരാൾക്കാർ. എല്ലാരും ഒരേ ഡിഗ്രിയല്ല. ഓരോരുത്തർക്കും അവനവൻ സമ്പാദിച്ച കുറ്റത്തിന്റെ അളവുണ്ട്. സംസാരിച്ചവർക്കുള്ളതല്ല കേട്ടവർക്ക്, സംസാരിച്ചവർക്കും കേട്ടവർക്കുള്ളതല്ല ചിരിച്ചവർക്ക്. ചിലര് കേട്ടു മൗനമായി, ചിലര് കേട്ടു ഉടനെ തന്നെ പ്രതികരിച്ച് സലാം പറഞ്ഞു പിന്നോട്ട്. അത് കേൾക്കാൻ നമ്മളില്ല, പറയാനും നമ്മളില്ല. നിങ്ങൾ പറഞ്ഞ ഗുരുതരമായ തെറ്റാണ്, നുണയാണ്, ആക്ഷേപാണ്. ചിലര് കേട്ടു. അപ്പൊ കേട്ടുകൊടുത്തതും തെറ്റാണ്. പറഞ്ഞിട്ടില്ലെങ്കിലും ചിരിച്ചതും ഒരു അംഗീകാരം ഉണ്ടായിട്ടുള്ള ചിരി, അതും പ്രശ്നമാണ്. അങ്ങനെ തന്നെയല്ല ഗീബത്ത്. ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും ചിലര്. കേട്ടോ? കേട്ടുണ്ട്. കേട്ടൊരു രസം തോന്നി. രസം തോന്നാ പിന്നെ ചിരിക്കൂലല്ലോ. അപ്പൊ പങ്കെല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഒരേ ഡിഗ്രിയിലല്ല. വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും. ഇതിന്റെ നടുനായകത്വം വഹിച്ചവൻ ആരാണോ ഇത് പറഞ്ഞു തുടങ്ങിയവൻ, ലഹു അദാബുൻ അദീം, അവന് ഭയാനകമായ ശിക്ഷയുണ്ട്. ആ ആയത്തിന്റെ ഉത്സാരത്തിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത് അലീമായ അദാബുണ്ട് എന്നല്ലേ അല്ലാഹു പറഞ്ഞത്. ഇത് പറഞ്ഞു തുടങ്ങിയ ആൾക്ക് അലീമായ അദാബുണ്ട് എന്നല്ലേ. അപ്പൊ എങ്ങനെ അല്ലാഹു ഇവിടെ ശിക്ഷിച്ചാലും അത് വലിയ ശിക്ഷ ആവൂല. അതുകൊണ്ട് ആഖിറത്തിലും അവന് ശിക്ഷയുണ്ട്. അല്ല ഇവിടെ എങ്ങനെ ശിക്ഷിച്ചാലും വലിയ അദാബാവൂല. വലിയ അദാബ് എന്ന് ഉദ്ദേശിക്കുന്നത് ആഖിറത്തിലെ അദാബിനെ പറ്റിയല്ല. അപ്പൊ ഇവിടെ ശിക്ഷ കിട്ടിയതിന് പുറമെ അവന് പാരത്രിക ലോകത്തിൽ ശിക്ഷയുണ്ട്. നെടുനായകത്വം വഹിച്ചവൻ ആരാണോ അവന്. അപ്പൊ ഈ സംഭവത്തെ സംബന്ധിച്ച് അല്ലാഹു തആല തുടക്കം ഇങ്ങനെ ഒരു വിശദീകരണം നമ്മെ നടത്തിയിട്ട് പിന്നെ ഇതിനെ സംബന്ധിച്ച് തുടർന്ന് വരുന്ന ചോദ്യങ്ങളും വിഷയങ്ങളുമാണ് എമ്പാടും നടത്തുന്നത്.
ഇന്നല്ലദീന ജാഊ ബിൽ. ഞാൻ ആ സംഭവം ഒന്ന് പറയാൻ മനസ്സിലാക്കാൻ വേണ്ടി, ഒരു പക്ഷെ എന്നാ സംഭവം പറഞ്ഞേ നടക്കുന്നു, എന്നാലും അത് പഠിക്കേണ്ട വിഷയം. ഇന്നല്ലദീന ജാഊ ബിൽ, നിശ്ചയം ആ വ്യാജ വർത്തമാനം കൊണ്ടുവന്നവർ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അപവാദ പ്രചരണം കൊണ്ടുവന്നവർ. എന്താണ് ഈ സംഭവം ഉണ്ടാകുന്നതിലേക്ക് നയിച്ച സാഹചര്യം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര ഉദ്ദേശിച്ചാൽ ഭാര്യമാർക്കിടയിൽ തങ്ങൾ നറുക്ക് വീഴുന്നവരെ യാത്രക്ക് കൂടെ കൊണ്ടുപോകും. പെണ്ണുങ്ങളെ എവിടേക്കും കൊണ്ടുപോകാൻ പാടില്ല എന്നൊരു നയ ഇസ്ലാമില്ല. തങ്ങൾ യാത്ര ഉദ്ദേശിക്കാൻ അതൊരു വസുബത്തായിരിക്കും, യുദ്ധത്തിന് പോകുമ്പോ ഹിദ്മത്തിന് വേണ്ടി ഭാര്യമാരെ കൊണ്ടുപോകാണ്. കൊടി പിടിച്ചപ്പോൾ യുദ്ധം ചെയ്യാനല്ല, അവരെ ചില ഹിദ്മത്തുകൾക്ക് ആവശ്യം വരുമല്ലോ. ഓരോരുത്തർക്കും അവനവന്റെ ഏത് അനിവാര്യമായ ആവശ്യമുള്ള യാത്രകൾക്കും അവനവന്റെ ഭാര്യമാരെ കൊണ്ടുപോകും. ഇതിനൊന്നല്ല കൊണ്ടുപോകേണ്ട രീതിയിലാണെന്ന് ഓരെ കൊണ്ടുപോയാൽ ശരിയാവില്ല എന്നില്ല, അവരെ കൊണ്ടാ തോൽക്ക് യാത്ര ഒന്നും പാടില്ല. തങ്ങൾ പോകുന്ന യാത്രകളിലുള്ള സ്വഭാവം അങ്ങനെ നറുക്കാർക്കാണോ വീണത് ഒരു കൊണ്ടു. അന്ന് നറുക്കിട്ടത് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹാണ് നറുക്ക് വീണത്. ഹിജ്റ 5-ാം വർഷത്തിൽ നടന്ന ബനുൽ മുസ്തലഖ് യുദ്ധത്തോടനുബന്ധിച്ചാണ് ഈ യാത്ര. ബനുൽ മുസ്തലഖ് എന്നത് ഖുസാഅത്ത് വംശജരിൽപ്പെട്ട ഒരു അണുകുടുംബമാണ്. അവിടെ മരീസിയ എന്ന് പറയുന്ന ഒരു വെള്ളത്തടാകമുണ്ട്. അതിന്റെ സമീപത്താണ് ഈ യുദ്ധം നടന്നത്. ഹിജാബിന്റെ ആയത്തിറങ്ങി ശേഷമായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുറപ്പെട്ടു. മഹദി പറയാണ്, ഞാനും പുറപ്പെട്ടു. അങ്ങനെ എനിക്കൊരു പ്രത്യേക വാഹനത്തിൽ, തങ്ങളൊരു വാഹനത്തിൽ സ്വഹാബത്തിന്റെ കൂടെ പോകുമ്പോൾ ഇപ്പുറത്ത് എനിക്കൊരു വാഹനം. ആ വാഹനത്തിൽ ഒരു ഹൗദജുണ്ട്, ഒട്ടകത്തിന്റെ കൂടാരല്ലേ, ഒട്ടകത്തിന്റെ മേലുണ്ടാകുന്ന ഒട്ടക ഒരു കൂടാരം മേലെ ഇരിക്കാൻ പറ്റുന്ന, അതിൽ ചെറിയ ഒരു ചാഞ്ഞ് കിടക്കാൻ പറ്റിയ ചെറിയൊരു ബെഡൊക്കെ ഉണ്ടോ. എനിക്കൊരു പ്രത്യേകം വാഹനമാണ്. അങ്ങനെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരാം. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മദീനയോട് അടുക്കാറായപ്പോ തങ്ങള് പറഞ്ഞു, കുറച്ചു നേരം ഇവിടെ താമസിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ. അപ്പൊ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി. ഞാൻ എന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി, മലമൂത്ര വിസർജനത്തിന് വേണ്ടി നിർത്തി. വാഹനം നിർത്തിയിട്ട് കുറെ സൈന്യത്തിൽ നിന്ന് അകലെ പോയി. ഞാൻ എന്റെ ആവശ്യം നിർവഹിച്ച് തിരിച്ചു വരുമ്പോ ഞാൻ എന്റെ നെഞ്ചിലേക്ക് തൊട്ടു നോക്കുന്ന സമയത്ത് മാല കാണുന്നില്ല, ആഭരണം കാണുന്നില്ല. അത് നല്ല വിലപിടിപ്പുള്ള ആഭരണം. ലിഫാർ എന്ന് പറയുന്നത്, ഇന്ന് നമ്മളിപ്പോ ലിഫാർ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോഴാണല്ലോ ലിഫാർ എനിക്ക് കണ്ടത്. സ്വലാലക്ക് പറയുന്ന പുതിയ പേരാണ്, പഴയ പേര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേരാണ് ലിഫാർ. ഈ ലിഫാർ എന്ന് പറഞ്ഞാൽ ഉയർന്ന തരം ഒരു മുത്ത് രത്നക്കല്ല്. ആ നാട്ടില് വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് എവിടെ പോയിട്ടാണെന്നുള്ളത് കണ്ടെത്താൻ നമുക്ക് കഴിയില്ല, എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആ നാടിന് പഴയ കാലത്ത് അങ്ങനെ പേര് വെച്ചു വന്നു ലിഫാർ. ഇപ്പോഴും ലിഫാർ പ്രയോഗിക്കുന്നു. സ്വലാലയുടെ വിവിധ ഭാഗങ്ങളിൽ ആ രത്നക്കല്ല്, ആ മുത്തുപോലത്തെ നല്ല വിലപിടിപ്പുള്ള കല്ലുണ്ട് എന്ന് പറയുന്നു. അത് ചെറിയൊരു കയ്യിൽ ഒരു കോരി കിട്ടിയാൽ തന്നെ എമ്പാടും വർഷങ്ങൾ ജീവിക്കാൻ മാത്രം മതിയാവും. അങ്ങനെയുള്ള ഈ മുത്തുരത്നങ്ങളാൽ നിർമ്മിച്ച ഈ കല്ലുകളെ കൊണ്ട് ഈ ഉണ്ടാക്കിയ ഈ മാല, അതിൽ വെളുത്തതുമുണ്ട് കറുത്തതുമുണ്ട്. ആ നല്ല സൗന്ദര്യമുള്ള ആ മാലയ്ക്ക് ഏകദേശം ഒരു 12 ദിർഹം വില വരും. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത് ചെറിയ മാലല്ലാന്ന് മനസ്സിലായി. 12 ദിർഹം ഇന്നത്തെ വിലല്ല, അന്നത്തെ വിലയാണ്. അപ്പൊ അങ്ങനെ സ്വർണത്തിന് നേരത്തെ നല്ല വില കൂടുതലുണ്ട് എന്ന് മനസ്സിലാണ്ട് നമുക്ക് പരാതിപ്പെടാനൊന്നുമില്ല. 12 ദിർഹം വിലയുണ്ട് എന്ന് പറഞ്ഞാൽ
സഹോദരങ്ങളെ, അത് ആ നാട്ടിലെ ദിർഹമിനെ അപേക്ഷിച്ച് വില കൂടുതലാണ്. ഈ മാല വീണുപോയപ്പോ ഞാനത് അന്വേഷിച്ച് രണ്ടാമതും പോയി, അത് തരാൻ വേണ്ടി പോയി. അങ്ങനെ ഞാൻ അവിടെ പലയിടത്തും അത് തെരഞ്ഞു. അത് കിട്ടുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടന്ന് ഞാനത് നോക്കി നടക്കുന്നതിനിടയിൽ ഇവിടെ ഒരു സംഭവം, അഥവാ സൈന്യം നിൽക്കുന്നിടത്തുനിന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി നമ്മൾ പോകാമോ, മദീനയിലേക്ക് പോകാമോ? അപ്പൊ പൊതുവെ സ്വഹാബത്തിന്റെ സ്വഭാവം എന്താണ്? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഈ ഒട്ടകത്തിന്റെ കൂടാരം തയ്യാറാക്കി വെച്ചിരുന്ന ഒട്ടകത്തിന് വിശ്രമിക്കാൻ വേണ്ടി അതെടുത്ത് ഒട്ടകത്തിലേക്ക് കയറ്റി വെച്ച് അതിനെ തൊളിക്കും. ഉള്ളിൽ ആളുണ്ടോ എന്ന് അവർ പരിശോധിക്കുക. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ആ കൂടാരത്തിന്റെ ഉള്ളിലുണ്ട് എന്ന് കരുതിയിട്ട് അവരെന്റെ ഒട്ടകത്തെയും തെളിച്ചു. ഞാനങ്ങനെ ഉണ്ട് എന്ന് അവർക്ക് ഇങ്ങനെ പൊക്കിയപ്പോൾ കനം തോന്നൂലേ? വക്കാനൻ നിസാഉ ഇസ്ദാക ഖിഫാഫൻ, അന്ന് സ്ത്രീകളൊക്കെ നല്ല കനവും കട്ടിയും കുറവേ. ലിഖില്ലത്തി അക്ലിഹിന്ന, തീറ്റ കുറഞ്ഞു, ഭക്ഷണം കഴിക്കൽ കുറവാണ്, കുറഞ്ഞ ഭക്ഷണം കഴിക്കും. അതുകൊണ്ട് ഇങ്ങനെ പൊക്കി അതിന് ആളുണ്ട് നഗരം. അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് വെച്ച് അവര് കനക്കുറവും തോന്നിയില്ല. അവര് ഹൗദജ് ഒട്ടകത്തിന്റെ മേലുള്ള കൂടാരം ഉയർത്തി അതിന് കെട്ടേണ്ട 2 കാറും കൂട്ടി കെട്ടിയിട്ട് അവര് തെളിച്ചുണ്ട്. അവര് പോയടക്ക് എനിക്ക് ആഭരണം കിട്ടി. ഞാൻ തിരിച്ചു വന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒന്നും കാണുന്നില്ല, എല്ലാവരും പോയിട്ടുണ്ട്, ആരും കാണുന്നില്ല. അപ്പൊ ഞാൻ നിശ്ചയിച്ചു, ഉള്ള സ്ഥലത്ത് തന്നെ നിൽക്കാൻ നല്ല, എന്നാ കാണാതാകുമ്പോ ഒന്ന് തരാൻ നല്ല അതന്നെയാണ്. എവിടെങ്കിലും പോയി ആൾ കാണൂലോ. അവിടെ എത്തി നോക്കുമ്പോ ഒരു പക്ഷേ ഈ കൂടാരം ഇറക്കി വെക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ആരും പുറപ്പെടാതൊക്കെ കാണുമ്പോ തുറന്നു നോക്കും, എനിക്ക് വിരി ഉണ്ടാവും. വിരി പൊന്തിച്ചു നോക്കുമ്പോ ആളെ കാണൂല. അപ്പൊ അവര് വരും എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരിക്കും. ഞാനങ്ങനെ ഇരുന്ന് ഞാനവിടെ ഉറങ്ങി. അപ്പോ അന്നത്തെ കാലങ്ങളിൽ ഏത് യുദ്ധം കഴിഞ്ഞാലും അവസാനം പോകുന്ന സ്വഹാബിയാണ് സഫ്വാൻ ബിനുൽ മുഅത്തിൽ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ അവസാനം വരാനുള്ള കാരണം ഏതെങ്കിലും ആളുകളുടെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ വീണുപോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അങ്ങനെ നിശ്ചയിക്കപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട മഹാനാണ്. എന്നാ പിന്നെ അത് എടുത്തു വരാലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ള, പലപ്പോഴും തങ്ങൾക്ക് വേണ്ടി നിന്നുകൊടുക്കുന്ന, അവിടുത്തെ ഒട്ടകത്തെ തെളിച്ചു കൊടുക്കുന്ന ധീരതയുള്ള സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സഫ്വാൻ ബിൻ മുഅത്തിൽ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ ഇങ്ങനെ ദൂരത്തു നിന്ന് ഇങ്ങനെ വരുമ്പോ ഒരു കറുത്ത രൂപം, അങ്ങനെ ഒരു കറുപ്പ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോ എന്റെ അടുത്ത് വന്നു. എന്നെ കണ്ടപ്പോ മനസ്സിലായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് ഇരിക്കുന്നത് മനസ്സിലാകാനുള്ള കാരണം നേരത്തെ ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പുള്ള കാഴ്ച കൊണ്ട് പരിചയമായതാണ്. മഹാനവർകൾ ഒറ്റ ചൊല്ലി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചോനെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹദി ഒറ്റപ്പെട്ടല്ലോ. ആ ഒരു വിഷമം കൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലിയപ്പോ അത് കേട്ട് ഞാനുണ്ടോ ഇന്നാലില്ലാതെ കേട്ട് ഞാൻ ഉണർന്നു നോക്കുമ്പോ ഞാൻ പെട്ടെന്ന് എന്റെ ജിൽബാബ്, എന്റെ മുഖംമൂടി താഴ്ത്തി, മുഖംമൂടി ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, ഉറങ്ങാണ്, തല താഴ്ത്തി ഉറങ്ങാണ്. അപ്പൊ എന്നെ കണ്ടോ മനസ്സിലായി. ഇന്നാലില്ലാതെ കേട്ട് ഞാൻ ഉണർന്നു നോക്കുമ്പോ ഞാൻ പെട്ടെന്ന് താഴ്ത്തി. അങ്ങനെ ഈ ഒരു സംസാരമല്ലാതെ മറ്റൊരു സംസാരം മഹാനവറുകൾ എന്നോട് സംസാരിച്ചിട്ട് ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. മഹാനവറുകൾ മറ്റൊരു ഭാഗത്തേക്ക് മാറി കയറാൻ വേണ്ടി സൗകര്യം. അങ്ങനെ ഞാൻ ആ ഒട്ടകത്തിന്റെ ഉള്ളിലുള്ള കൂടാരത്തിൽ കയറി. മഹാനവറുകൾ നടക്കുകയാണ്, ഒട്ടകത്തിന്റെ കയറും പിടിച്ച് നടക്കുകയാണ്. ഞാൻ ആ കൂടാരത്തിന്റെ ഉള്ളിലാണ്. നമ്മൾ മനസ്സിലാക്കണം, അവര് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നോക്ക് നിങ്ങൾ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത് ചൊല്ലുന്നത് കേട്ടു എന്നല്ലാതെ മറ്റൊരു വർത്തമാനം എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടില്ല. കാരണം ഇത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയാണ്, എല്ലാവർക്കുമുള്ള ഉമ്മയാണ്. ഉമ്മയോടുള്ള ആ അതിയായ ബഹുമാനം കൊണ്ട്
അങ്ങനെ ഒട്ടകത്തിന്റെ കാറും പിടിച്ച് മഹാനവർകൾ നടന്നു. രാത്രിയായിട്ടുണ്ടല്ലോ. പിറ്റേന്ന് ഏകദേശം ഒരു ഉച്ച സമയമാകുമ്പോഴേക്ക് അവിടെ എത്തി നോക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സഫ്വാൻ ബിൻ മുഅത്തിൽ റളിയല്ലാഹു അൻഹുവിന്റെ വാഹനത്തിൽ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിന്റെ മുറ്റത്ത് വീട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോ ഇത് നോക്കി നിൽക്കുക, ഈ ഒരു അവസരം നോക്കി നിൽക്കുന്ന ആളുകളെ കൂട്ടത്തിലുള്ള ആളാണ് മുനാഫിഖുകളുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. അവനാണ് ആദ്യം ഈ വിഷയം പറഞ്ഞത്. സൈന്യത്തിൽ ഈ വാർത്ത പരത്തിയ ആദ്യത്തെ ആള് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ റഈസുൽ മുനാഫിഖീൻ. മുനാഫിഖുകളുടെ തലവനായ അബ്ദുല്ലാഹി ഇബ്നു സലൂൽ ആ യുദ്ധത്തിൽ അവനുണ്ട്. അവന് കുറച്ച് ആൾക്കാരെ കൂടെ അങ്ങനെ ഇരിക്കുന്ന അവിടെ, അവന്റെ കുറച്ച് സെറ്റൊക്കെ ഉണ്ട്, അവരെ കൂടെ ഇരിക്കാം. അപ്പൊ ഈ വിഷയം കണ്ടിട്ട് നേരെ പോയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞോ? എന്തേ? അതൊന്നുമല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നിറങ്ങിയത് സഫ്വാൻ റളിയല്ലാഹുവിന്റെ വാഹനത്തിലാണ് എന്ന് പറഞ്ഞ് ഈ വിഷയം വലിച്ചിട്ടു. അതങ്ങനെ പരസ്പരം അവരങ്ങനെ കൈമാറി, പലരും അങ്ങനെ സംസാരിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ കയറി. വിഷയങ്ങളൊന്നും മഹദി അറിയില്ല, പുറത്ത് നടക്കുന്ന സംസാരങ്ങളൊന്നും അറിയില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ സംസാരത്തെ പറ്റിയും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് കൈമാറിയതിനെ പറ്റിയും തങ്ങൾ അറിഞ്ഞു. മഹദി പറയാൻ, ഞാൻ മദീനയിലെത്തി വീട്ടിലെത്തിയപ്പോഴേക്ക് യാത്ര കഴിഞ്ഞ് വന്നതാണ്. ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും ഒരു പക്ഷേ മറ്റുള്ള സ്ഥലത്തുള്ള അന്തരീക്ഷം പിടിക്കാത്തത് കൊണ്ട് പനി വരും. എനിക്ക് പനി വന്നു, ഞാൻ അങ്ങനെ രോഗിയായി. ഒരു മാസക്കാലം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഞാൻ അവിടെ താമസിക്കാം. എവിടെ? തങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ റൂമിൽ ഞാൻ അവിടെ കഴിഞ്ഞുകൂടി. പുറത്ത് നടക്കുന്ന വർത്തമാനങ്ങളൊന്നും എനിക്കറിയില്ല, മഹദി പറയാം. പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്ക് രോഗം വരുമ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വല്ലാതെ അനുകമ്പ കാണിക്കുകയും സദാസമയത്തും എന്റെ രോഗവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാറുണ്ട്. എന്റെ അടുത്ത് വന്നിരിക്കും, എനിക്ക് വേണ്ടി തങ്ങൾ മന്ത്രിച്ച് എന്റെ വിഷയങ്ങളൊക്കെ തങ്ങൾ ചോദിക്കും. അതിൽ ചെറിയൊരു കുറവ് ഞാൻ കാണുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നല്ല ബുദ്ധിമതിയായ പെണ്ണാണ്, ചെറുപ്പക്കാരിയാണെങ്കിലും അതീവ ബുദ്ധിമതിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോലെ ബുദ്ധിയുള്ള ഒരു മഹദിയെ ആ കൂട്ടത്തിൽ കാണാൻ കഴിയില്ല. മഹദി പറയാണ്, ഞാൻ അതന്നെ അനുഭവിച്ചു. ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊന്ന് വീട്ടിൽ പോയി വന്നാലോ? അങ്ങനെ ചോദിക്കുമല്ലോ സ്വാഭാവികം. പക്ഷെ ഒരു മാസം അവിടെ താമസിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി തങ്ങൾ എനിക്ക് സമ്മതം തന്നു. ഞാൻ എന്റെ വീട്ടിൽ പോയി, ഞാൻ ഉപ്പയോടും ഉമ്മയോടൊക്കെ എന്റെ രോഗത്തിന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ താമസിക്കും. അപ്പോ ഒരു ദിവസം രാത്രി ഞാൻ ഉമ്മു മിസ്തഹ് ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃ സഹോദരിയുടെ മകളാണ് ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ഒരു വകുപ്പില്ലാത്തതുകൊണ്ട് അവർക്ക് ചെലവ് കൊടുക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സത്യത്തിൽ അവര് അങ്ങനത്തെ ഒരു കുടുംബം എന്താണെങ്കിലും അവിടെയാണ് കൂടുന്നത്. അപ്പൊ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും അന്ന് വീടിനോട് ചേർത്ത് ആയിട്ടില്ല. പൊതുവെ പുറത്തേക്ക് പോകും, ആരും ഉപയോഗിക്കാത്ത സ്ഥലങ്ങളിലേക്ക് പോകും. മദീനക്കാരുടെ പതിവ് അന്നാട്ടിൽ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടൊരു വിഷമമൊന്നും ഉണ്ടാകൂല, കാരണം അതൊക്കെ ക്ലീനാക്കി നല്ലോണം വൃത്തിയാക്കി മറവ് ചെയ്തിട്ട് തന്നെ വരും. അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് വിഷയങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഉമ്മു മിസ്തഹ് ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് വഴുതിപ്പോയി. കാല് വഴുതി വീഴാൻ നോക്കിയപ്പോ, വസ്ത്രം തടഞ്ഞ് കാല് വീഴാൻ നോക്കിയപ്പോ മഹദി പറഞ്ഞു, തൈസ മിസ്തഹുൻ, മിസ്തഹ് പരാജയപ്പെടട്ടെ എന്ന് പറഞ്ഞു, നശിക്കട്ടെ. സ്വന്തം മോനെ പറ്റിയാണ് ഈ മഹദി പറയുന്നത്, മിസ്തഹ് നശിക്കട്ടെ എന്ന് പറഞ്ഞു. മിസ്തഹിനെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ചോദിച്ചു, അല്ല അതസുബ്ബീന റജുലൻ ഖദ് ഷഹിദ ബദ്റ,
മിസ്തഹ് റളിയല്ലാഹു അൻഹു ആരാണ്? ബദറിൽ പങ്കെടുത്ത മഹാനല്ലേ. മോനാണെങ്കിലും മോൻക്ക് ഉമ്മയെക്കാളും സ്ഥാനമുണ്ട്. ബദറിൽ പങ്കെടുത്ത ആളല്ലേ. ബദറിൽ പങ്കെടുത്ത ആളെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. എന്താ നിങ്ങൾ പറഞ്ഞ വാക്ക്? അപ്പോ ഉമ്മു മുസ്തഹ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, മിസ്തഹ് പറഞ്ഞ വർത്തമാനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാനൊന്നും കേട്ടിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, അപ്പോഴാണ് അവര് ഈ പുറത്ത് നടക്കുന്ന വ്യാജ വർത്തമാനത്തെ പറ്റി എനിക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും ദിവസം ഈ വാർത്ത അറിഞ്ഞിട്ട് പെട്ടെന്ന് മഹദിയോട് പറയാതിരുന്നത് എന്തേ? ആളുകൾ ചോദിക്കൂല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു വിഷയത്തിലും എടുത്തുചാട്ടം തങ്ങൾക്കില്ല. അവിടെ കാര്യം മനസ്സിലാക്കണം. ചിലരങ്ങനെയുള്ള വാർത്ത കേൾക്കുമ്പോഴേക്കും അങ്ങനെ 3 അല്ല 3000 ചൊല്ലിപ്പിക്കുമെന്ന് പറയും. അന്വേഷിച്ച് നോക്കുമ്പോ സംഗതി ഒന്നും ഉണ്ടാവില്ല. പിന്നെ മേപ്പോട്ട് വെക്കണം. പിന്നെ ആൾക്കാരത്ത് പണ്ടിച്ചില്ല, ഞാനിങ്ങനെ 3:30 ചൊല്ലി, ഇനി എന്താ കാട്ടുക, ഇനി എന്താ ചെയ്യാ, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിലും ഇസ്ലാമിൽ എന്തെങ്കിലും വകുപ്പ് നിങ്ങൾക്കാണെങ്കിൽ എന്തെങ്കിലും തരാം. എന്ത് വകുപ്പാഞ്ഞുള്ളത്? എന്തോന്ന് കേട്ടോ, അങ്ങാടി നിന്ന് കേട്ടത്. സത്യത്തിൽ ഓന്റെ ഭാര്യനെ പറ്റിയല്ല, അത് ഏതോ പെണ്ണിനെ പറ്റി പറഞ്ഞു. അപ്പം വിചാരിച്ചു പിന്നെ ഭാര്യനെ പറ്റിയാണ്. ഞാൻ അപ്പൊ അറിഞ്ഞ പെണ്ണിന്റെ പേരും പിന്നെ ഭാര്യന്റെ പേരും ഒന്നേന്നു. അപ്പൊ ഇവൻ മനസ്സിലാക്കിയത് ഓല് പറഞ്ഞു എന്റെ ഭാര്യനെ പറ്റിയാണല്ലോ, എന്റെ ഭാര്യന്റെ പേരും ആ പേരും ഒന്ന് തന്നെയാണല്ലോ. അപ്പം പോരെ പോയി കശക്കി. കശക്കും വലിയ നഷ്ടമായില്ല, ചെറിയ നഷ്ടാവൂ. പിന്നെ അങ്ങനെ തീരുമാനം എടുക്കുമ്പോ പിന്നെ ആ സഹോദരൻ ചിന്തിക്കും, ഇത്ര പെട്ടെന്നൊക്കെ തീരുമാനം എടുത്താൽ പിന്നെ ഇയാളെ കൂടെ ജീവിക്കാൻ സുഖമല്ലല്ലോ. അവിടെ ഇപ്പൊ 3 ചൊല്ലി റായത്തായി, നമുക്ക് പോണേക്ക് പോകാലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ വിഷയം അറിഞ്ഞിട്ട് മഹദിയുടെ ആ രോഗം മൂർജിക്കാൻ പാടില്ല. അങ്ങനെയാണ് രോഗത്തിലുള്ള ഒരു മഹദിയെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ അങ്ങനെ കുടുംബത്തിൽ നിന്നോ മറ്റൊക്കെ സീരിയസ് വിഷയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിക്കാൻ പാടില്ല. രോഗിയായി കിടക്കുന്ന പെണ്ണ്, നമ്മളെ ഭാര്യ അല്ലെങ്കിൽ മക്കള്, കുടുംബത്തിലുള്ള ഒരു പെണ്ണ് സീരിയസ് രോഗമാണെങ്കിൽ അവരെ നല്ലവണ്ണം ശുശ്രൂഷിക്കണം. ആ രോഗത്തിന്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങളിങ്ങനെ മരുന്നൊക്കെ തരുന്നുണ്ട്, എന്റെ രോഗം എനിക്ക് മനസ്സിലായോ? എന്റെ രോഗം ക്യാൻസറാ. കേക്കറോട് ചിലപ്പോ അറ്റാക്ക് സംഭവിച്ചു ഉടനെ മരിച്ചു. അത് പറയാൻ പാടില്ല. അത് വിദഗ്ധരായ ഡോക്ടർമാരൊന്നും പറയില്ല. അവര് പരിശോധിച്ചിട്ട് ഗുരുതരമായ വിഷയം തോന്നിയാൽ ആരെ കൂടെ ഇങ്ങനെ പിന്നെ സഹോദരനുണ്ട്, വാപ്പുണ്ട്, ഭർത്താവുണ്ട്, അവരെ വിളിക്കും, കുറച്ച് കാര്യം നടക്കി. വിദഗ്ധന്മാരാണെങ്കിൽ അവർ പറയും, ഒരിക്കൽ പോലും ഈ സ്റ്റേജിലെത്തിയ രോഗിയായതുകൊണ്ട് നിങ്ങൾ മിണ്ടരുത്, ചികിത്സകൾ മുഴുവനും കൊടുക്കണം, എല്ലാം നിങ്ങൾ പാലിക്കണം, ഈ വിഷയം നിങ്ങൾ ഒരിക്കലും മിണ്ടരുത്. കാരണം ഇത് ഇങ്ങനത്തെ സ്റ്റേജിലെത്തിയത് കൊണ്ട് ഡേഞ്ചറാകാൻ സാധ്യതയുണ്ട്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മറന്നിലാണ്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോയി പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അവസ്ഥ എങ്ങനെ ഉണ്ടാവും? മഹദിയുടെ വിഷമവും വെപ്രാളവും ഏത് രൂപത്തിലുണ്ടാകും? അതുകൊണ്ട് രോഗിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഉടനെ ഇക്കാര്യം പറയുന്നത് ശരിയില്ല. പിന്നെ ആ വിഷയത്തിൽ നല്ലോണം സ്വബർ പാലിക്കണം. വിഷയങ്ങളൊക്കെ യഥാവിധി അന്വേഷിച്ച് വിവരങ്ങളൊക്കെ കിട്ടിയ ശേഷമല്ലേ പറയുന്നത്. അതിന് നല്ലോണം സ്വബർ ചെയ്യണം. എടുത്തുചാട്ടം പാടില്ല, മഹദിയെ വിഷമിപ്പിക്കാനും പാടില്ല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഉമ്മു മിസ്തഹ് ബീവി പറഞ്ഞപ്പോഴാണ് ഈ വിഷയം അറിഞ്ഞത്. മഹദി പറഞ്ഞു, എനിക്ക് രോഗം കൂടി ഉറപ്പന്നല്ലേ. ഈ വിഷയം ഞാൻ മിസ്തഹ് റളിയല്ലാഹു അൻഹ മാതാവിൽ നിന്ന് കേട്ടപ്പോ തലേന്ന് മുമ്പുള്ള പനിയെക്കാളും പനി കൂടി, രോഗം മൂർജിച്ചു. ഞാൻ അന്നത്തെ രാത്രി മുഴുവനും കരഞ്ഞു. വിഷയം കേട്ട അന്ന് രാത്രി മുഴുവനും ഞാൻ കരഞ്ഞു. നേരം വെളുക്കും വരെ ഞാൻ കണ്ണ് ചിമ്മിയിട്ടില്ല, ഒരിറ്റു പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. നേരം വെളുത്ത് പിന്നെയും ഞാൻ കരയുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കാര്യത്തിൽ സ്വഹാബത്തിനോട് കൂടിയാലോചന നടത്തുന്നുണ്ട്. പലരോടും തങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, അല്ലാഹു തആല തങ്ങൾക്ക് ഒരു നിലക്കും കുഴപ്പമുള്ള ഒന്നും അല്ലാഹു തആല തങ്ങൾക്ക് വെച്ചു തരൂല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വല്ലാതെ നിർദ്ദേശം വരും. ഒരു മാസക്കാലം കഴിഞ്ഞല്ലോ, എന്റെ വിഷയത്തിൽ ഒരു വഹിയും ഇതുവരെ വന്നിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നു, എന്റെ അടുത്തേക്ക് തങ്ങൾ വന്നു.
എന്റെ ബാപ്പയും ഉമ്മയും എന്റെ സമീപത്തുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, തങ്ങൾ എന്റെ അടുത്ത് വന്നിരുന്നു. ഒരു മാസം കഴിഞ്ഞു. അടുത്ത് വന്നിരുന്നിട്ട് തങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് പറഞ്ഞു, അമ്മാ ബഅദു യാ ആയിഷതു ആയിഷ ഫഇന്നഹു ഖദ് ബലഗനി അൻകി കദാ വകദാ. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ പറയുന്ന വാക്ക്. നമ്മൾ ആരോട് പറയുകയാണെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചു പറയണം. തങ്ങൾ പറഞ്ഞു നോക്ക്, ഇന്ന വിഷയങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ വിവരം കിട്ടിയിട്ടുണ്ട്, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നല്ല. ആദ്യം അങ്ങനെ പറയരുത്, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നല്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മളെ സമ്മതിച്ചല്ലോ. ഇങ്ങനെയൊക്കെ വിവരങ്ങൾ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. നീ നിരപരാധിയാണെങ്കിൽ അല്ലാഹു നിന്റെ നിരപരാധിത്വം രേഖപ്പെടുത്തും. അതറിയിക്കും. വല്ല ദമ്പും ഉണ്ടായെങ്കിൽ മനുഷ്യ സഹജായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. നീ തൗബ ചെയ്ത് മടങ്ങണം. കാരണം ഒരു മനുഷ്യൻ കുറ്റം സമ്മതിച്ച് തൗബ ചെയ്താൽ അല്ലാഹു തആല പൊറുക്കലും. അല്ലാഹു തആല മനുഷ്യന്മാരെ മാറില്ലല്ലോ. അല്ലാഹു തആല മനുഷ്യരെ തൗബ സ്വീകരിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഈ വർത്തമാനം കേട്ടപ്പോ പിന്നെ എന്റെ മനസ്സിനൊരു ആശ്വാസമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടൊരു വിഷയം തങ്ങൾ വിഷയം പറഞ്ഞപ്പോ ഇതിനാണ് തങ്ങൾ കാത്തു നിന്നത്. പെട്ടെന്ന് എന്താക്കാൻ പാടില്ല, പറയാൻ പാടില്ല. പെട്ടെന്ന് എടുത്തുചാട്ടവും പാടില്ല. അതൊക്കെ ഓരോ സാഹചര്യവും സന്ദർഭം അനുസരിച്ച് പറയണം. തങ്ങൾ പറഞ്ഞപ്പോ പിന്നെ എന്റെ കണ്ണീര് നിന്നു. എന്റെ മനസ്സിന് ആശ്വാസം വന്ന് എന്റെ കണ്ണീര് നിന്നു. ഞാൻ എന്റെ ഉപ്പയോട് പറഞ്ഞു, ഉപ്പ എന്റെ ജീവിതം നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളൊന്ന് ഈ പറഞ്ഞ വാക്കിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഉത്തരം പറയും. അപ്പൊ അമ്മോശം കാക്കാരും അമ്മായിമാരും അതും കുറെ പഠിക്കാണ്ട് ചില വിഷയങ്ങളൊക്കെ അമ്മോശം കാക്കാരെ തല്ലുകൊണ്ട് മറ്റൊരു അങ്ങാടി കൂടെ നടക്കേണ്ട കഥ, അല്ലെ അമ്മായിമാരെ പോരുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അതൊരു മാസത്തിന് ശേഷം, ഒരു മാസത്തിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് വന്നു. അവിടെ അപ്പാനും താമസിക്കാൻ വേണ്ടി വന്നു. അതെ, വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് വരും സിദ്ദീഖ് അള്ളാന്റെ അടുത്ത്. അപ്പൊ വാപ്പനോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഈ വിഷയത്തിന് മറുപടി പറയും. അപ്പോ ബാപ്പ പറയാണ്, മോളെ ഞാൻ എന്ത് പറയാനാ, എനിക്കെന്താണ് വിശ്വാസം പറയേണ്ടത് എനിക്കറിയില്ല. ഈ വിഷയത്തിൽ ഇപ്പൊ ഞാൻ സംബന്ധിച്ച ആളല്ലല്ലോ, ഞാൻ കണ്ട ആളല്ലോ, ഒന്നും അല്ലല്ലോ, ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയാം? വസ്തുതാപരമായി ഒന്നും അറിയാത്തവർ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പറയരുത് എന്നാണ് പറയുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തുനിന്ന് ഈ വിഷയം കേട്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ആ കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും പറയരുത്. വസ്തുതാപരമായ കാര്യങ്ങൾ അറിയണ്ടേ, അപ്പോഴല്ലേ പറയുന്നത്. അനുമാനത്തിന്റെ പേരിൽ വിഷയങ്ങൾ പറഞ്ഞിട്ട് എത്ര വിവാഹ ബന്ധങ്ങൾ മുടങ്ങി, എത്ര മുടങ്ങി, എത്ര കെട്ടുകണക്കിന് കേസ് കിടക്കുന്നത്. ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു സഹോദരനോട് പറഞ്ഞു, ഉസ്താദേ അന്ന് അങ്ങനെ നമ്മളെ വീട്ടിലുള്ള ആ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പഞ്ചായത്ത് വർഷത്തിലില്ലെങ്കിൽ എന്റെ പെങ്ങള് ആ ഭർത്താവിന്റെ കൂടെ തന്നെ താമസിക്കും, ഓൽക്ക് പ്രശ്നമില്ല. പിന്നെ എന്താ പ്രശ്നമായതെന്ന് വെച്ചോ പറഞ്ഞു, അത് അമ്മായിമാര് തമ്മിൽ എന്തോ ഒരു വാക്ക് തർക്കുണ്ടായതാണ്. അപ്പോ ഈ പെണ്ണിന്റെ അമ്മ പറഞ്ഞു, ഈ ആ തള്ളന്റെ കൂടെ പൊരി നിൽക്കണേ, പടച്ചോനെ അനക്ക് എന്താ കൊല്ലാന്നല്ല. ഓര് തമ്മിൽ എന്തോ ഒരു വാക്ക് തർക്കുണ്ടായതിന് ഈ പെണ്ണിന്റെ എന്നേക്കുള്ള ജീവിതം മുടങ്ങി. 2 കുട്ടികളെ അതങ്ങനെ കൂടാ. ഇപ്പോഴും അവർ ചിന്തിക്കുന്നത് ഒന്ന് ഒരുമിക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര കാര്യമായിരുന്നു. നിക്കാഹ് 3 തലാഖ് 3 ചൊല്ലിയല്ലോ, 1 ചൊല്ലി. ഇപ്പൊ പുതിയത് എടുക്കണമെങ്കിൽ പുതിയ നിക്കാഹ് ചെയ്ത് എടുക്കണം, അത് ശരിയാണ്. പക്ഷെ മറ്റേ ആൾക്ക് ഒരു ഭാര്യയും കുട്ടികളും വേറെ ഉണ്ട്, അയാള് പിന്നെ ആ നിർവാഹമില്ലാണ്ട് അങ്ങനെ കഴിച്ചുപോയി. ഇവരോടൊക്കെ പറഞ്ഞിട്ട് ഇവർ സമ്മതിച്ചില്ല. നിങ്ങളെ കൂടെ വിടൂല എന്ന് പറയാൻ കാരണം ഈ ഭർത്താവിന്റെ അടുത്ത് കാര്യമായിട്ട് പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. അമ്മായിമാർ തമ്മിൽ എന്തോ ഒരു ചർച്ച ഉണ്ടായപ്പോ അതിൽ മകളെ ഉടക്കിക്കൊണ്ടതാണ്. എപ്പോ ഒരേലും വന്ന് വർത്തമാനം പറഞ്ഞപ്പോ എന്തോന്ന് പറ്റാത്തത് പറഞ്ഞപ്പോ ഓല അങ്ങോട്ട് പറഞ്ഞു, അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു. പിന്നെ മൂർജിച്ചപ്പോ അപ്പൊ ഒരേലിന്റെ മോളെ നിർത്താൻ പറ്റൂല, ഉടനടി വേറെ പുരണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം അയാൾക്ക് ആ ഉമ്മാക്ക് ആകെ ഒരു മോനേ ഉള്ളൂ, എനിക്ക് പോലെ വേറെ ഉണ്ടാന്ന് പറഞ്ഞു. എന്നാ പിന്നെ കുട്ടികളെ പറഞ്ഞേക്കണില്ല എന്നും പറഞ്ഞു നിർത്തി.
ചിലരിത് മസലാത്താക്കാൻ വേണ്ടി പോയിട്ട് ചർച്ച അങ്ങനെ നടക്കുമ്പോ ഏത് ചർച്ചയിലും നല്ല മൂത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടോ, ഹൈ റേഞ്ചിൽ കാര്യങ്ങളൊന്നും ശരിക്കും അവർക്ക് അറിയില്ല, ചോദിച്ചാലൊന്നും അറിയില്ല. ഇങ്ങനെ പട പറയണം. അങ്ങനെ പറയുമ്പോ പഞ്ചായത്തിന് എന്ന കാരണന്മാർ ചിന്തിക്കും ഇതിപ്പോ സംഗതി മുന്നോട്ട് ആക്കാന്നുള്ളത്. എന്തെങ്കിലും കിട്ടാണ്ടോ? ഇതൊന്നും കിട്ടാൻ എന്നെ കൊടുക്കാണ്ടോ? കൊടുക്കാണ്ടോ? ഒഴിവാക്കി എത്ര പെട്ടെന്ന് ഒഴിവാക്കുന്നത്. ഈ ഒരു ബന്ധം ഒന്ന് ആയി കിട്ടാൻ എന്തൊരു പണിയുണ്ട് ഒന്ന് ആലോചിച്ചു. അങ്ങനല്ലല്ലോ മസ്ലാത്തിന്റെ ശൈലി, അങ്ങനല്ല. എവിടെയാണ് വിഷയങ്ങൾ എന്ന് വ്യക്തമായി അറിഞ്ഞ് ബോധ്യപ്പെട്ട ശേഷമാണ് തിരുത്തേണ്ടത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ വാക്കിന് ബാപ്പാനോട് ഞങ്ങളൊന്ന് മറുപടി പറഞ്ഞപ്പോ മോളെ ഞാൻ എന്ത് പറയാനാണെന്ന് എനിക്കറിയില്ല, വ്യക്തമായി വല്ലതും അറിയെങ്കിലല്ലേ ഞാൻ തങ്ങളോട് പറയേണ്ടത്. അപ്പോ ഒരു അമ്മോശം കാക്കാന്നുള്ള ലെവലിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ മോളെ അങ്ങനൊന്നും പറ്റൂല, നിങ്ങൾ എന്താ വന്ന് പറയണത് എന്നല്ലല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എനിക്ക് ആ വിഷയത്തെ പറ്റി വ്യക്തമായി അറിയണ്ടേ, എന്നെക്കാളും അറിയുന്ന ആളല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഞാൻ എന്ത് പറയാനാ? അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മാനോട് പറഞ്ഞു ഞങ്ങളൊന്ന് പറയാം. ബാപ്പാനോട് പറയണം. ഉമ്മയും പറഞ്ഞു മോളെ ഞാൻ എന്താ പറയണ്ടത്, എനിക്ക് എന്തെങ്കിലും ഈ വിഷയത്തെ പറ്റി പിടിപാട് വേണം, ഒന്നെങ്കിൽ ഞാൻ ആ യുദ്ധത്തിൽ കൂടെ ഞാൻ പോവാൻ, ഞാൻ എന്തെങ്കിലും ശരിക്കും ഞാൻ പറയില്ലല്ലേ, ഞാൻ എന്ത് പറയാനാ? അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങളൊക്കെ ഈ വർത്തമാനം കേട്ടിട്ട് നേരത്തെ പറയല്ലോ, കുറച്ച് ദിവസമായല്ലോ, നിങ്ങളൊക്കെ ഈ വർത്തമാനം കേട്ടിട്ട് നിങ്ങളതൊക്കെ വിശ്വസിച്ച് കൂടാൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറിയൊരു പെണ്ണല്ലേ, വലിയ വയസ്സായിട്ടുണ്ട്, വലിയ ബുദ്ധിയുണ്ട്, മഹാബുദ്ധിമതിയാണ്, സൂക്ഷ്മശാലിയാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം, ഞാനതിൽ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂല. അതേ സമയത്ത് നിങ്ങളൊക്കെ ഞാൻ അതിൽ ഉണ്ടോ ഇല്ല എന്നുള്ള വിഷയത്തിൽ നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഭയങ്കര വിശ്വാസമായിരിക്കും. ആ ചൂടിന്റെ നേരത്ത് പറഞ്ഞതാ. എന്നിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കും നിങ്ങൾക്കും ഞാനിപ്പോ ഒരു ഉദാഹരണം കാണുന്നത് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാമിനെയും മക്കളെയും. മക്കൾ അങ്ങനെ ചെയ്തിട്ടും ബാപ്പ വല്ലാത്ത ക്ഷമല്ലേ ക്ഷമിച്ചത്. അതുകൊണ്ട് ഞാനും നിങ്ങളോട് പറയട്ടെ, സബറുൻ ജമീൽ അല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കാം. ഞാൻ ഈ വിഷയത്തിൽ ക്ഷമിക്കാൻ തീരുമാനിച്ചു, നല്ല ക്ഷമ ക്ഷമിക്കാൻ തീരുമാനിച്ചു. മഹദി പറയാണ്, ഞാൻ എന്റെ കട്ടിൽ അവിടെ കിടന്നു, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ വിഷയത്തിൽ നിരപരാധിയാണ്. എനിക്കുറപ്പുണ്ട് എന്റെ വിഷയത്തിൽ അല്ലാഹു തആല ഒരു തീരുമാനം പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ജനങ്ങളൊക്കെ ഓതുന്ന രീതിയിൽ വല്ല വഹയും ഇറങ്ങുമോ എന്നൊരു തീരുമാനമൊന്നും എനിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലുമൊക്കെ ഒരു സ്വപ്നം കണ്ടിട്ട് അതിലെ തീരുമാനം എന്നോട് വന്ന് പറയുമെന്ന് ഞാൻ കരുതി. അപ്പോ വിഷയങ്ങൾ ദിവസങ്ങൾ കുറച്ചിങ്ങനെ തള്ളി നീങ്ങാൻ, കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞു. 40 ദിവസത്തോളം ഏകദേശം എത്തി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വീട്ടിൽ വന്നപ്പോ തങ്ങൾക്ക് വഹി വരുന്ന ആ ഒരു സ്വഭാവം വീട്ടിൽ വെച്ച് ഞാൻ കണ്ടു. എന്തോ ഒരു നിർദ്ദേശം തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മേലുള്ള വസ്ത്രം തങ്ങൾ ഇങ്ങനെ മുഖത്തുകൂടെ മൂടി. അപ്പോൾ അവിടുത്തെ മുഖത്തിൽ നിന്ന് വിയർപ്പിന്റെ കണങ്ങൾ, മുത്തുമണികൾ ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. വഹി അങ്ങോട്ട് വന്ന് തീർന്നപ്പോഴേക്ക് അവിടുത്തെ പരിശുദ്ധമായ തിരുവദനത്തിൽ നിന്ന് ആ സൗഗന്ധികയായ വീർപ്പ് തുള്ളികൾ ഇങ്ങനെ തുടച്ചിട്ട് സന്തോഷം കൊണ്ട് തങ്ങൾ ആദ്യം പറഞ്ഞ വാക്ക് അബ്ശിരി യാ ആയിഷ, ആയിഷ നിങ്ങൾ സന്തോഷിക്കണം. ഫഇന്നല്ലാഹ ഖദ് ബർറഅകി, അല്ലാഹു തആല നിങ്ങളെ നിരപരാധിയാക്കിയിട്ടുണ്ട്. അല്ലാഹു തആല നിങ്ങളെ നിരപരാധിത്വം എനിക്ക് ഇറക്കി തന്നിട്ടുണ്ട്, നിങ്ങൾ പേടിക്കേണ്ടതില്ല. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നല്ലദീന ജാഊ ബിൽലിഫ്കി ഉസ്ബത്തും മിൻകും എന്ന് തൊട്ട് തുടങ്ങുന്ന ആയത്തുകൾ അങ്ങോട്ട് ഓതി, ഒരൊറ്റ അടിക്ക് ഓതി. ഈ ആയത്തുകൾ അവിടെ നിന്ന് അങ്ങോട്ട് 10-18 ആയത്തുകൾ ഒന്നാകെ ഓതുകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു സന്തോഷം എത്രയുണ്ടാവും നിങ്ങൾ നോക്ക്. കാലാകാലത്തേക്ക് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മദ്ഹ് വിശുദ്ധ ഖുർആനിൽ എല്ലാവരും ഓതിക്കൊണ്ട് കൂലി കിട്ടുന്ന ആയത്തുകളായിട്ട് അല്ലാഹു തആല ഇറക്കിയെങ്കിൽ ആ മഹദിയുടെ പരിശുദ്ധി എത്ര വലുതാണ്. ആ സബറിനെ അല്ലാഹു തആല നൽകിയത് എത്ര വലുതാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഈ വിഷയം കഴിഞ്ഞ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ആയത്ത് ഇറങ്ങിയപ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ നബി തങ്ങളുടെ അടുത്തേക്ക് നിന്നിട്ട് ഈ വിഷയത്തിൽ ഒന്ന് നന്ദി പറയണമെന്ന് പറഞ്ഞു.
അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ അഹ്മദു ഇല്ലല്ലാഹ്, ഞാൻ അല്ലാഹുവല്ലാതെ സ്തുതിക്കൂല. അത് മഹദി ആ നേരത്തെ വർത്തമാനം എങ്ങനെയാണ്? ഇത് നബി തങ്ങളോട് തീർപ്പുണ്ടെന്നല്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത സന്തോഷല്ലേ. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ജനങ്ങളൊക്കെ ഇങ്ങനെ ഒരു വാർത്ത പറഞ്ഞപ്പോ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ക്ഷമയോടെ കഴിയുമ്പോ എന്റെ അടുത്ത് ഞാൻ സ്വപ്നത്തിൽ ഒരു യുവാവിനെ കണ്ടു. ഒരു യുവാവ്, നല്ല ചെറുപ്പക്കാരനായ ഒരു യുവാവ് ഞാൻ സ്വപ്നത്തിൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, വലിയ ടെൻഷൻ ഉണ്ടല്ലേ, വലിയ വിഷമുണ്ടല്ലേ, ഞാൻ കുറച്ച് വചനങ്ങൾ ചൊല്ലിത്തരാം, നിങ്ങളത് ചൊല്ലണം, നിങ്ങളെ മനസ്സിന് സമാധാനവും ശാന്തിയും വിഷയത്തിൽ അല്ലാഹു വലിയ പരിഹാരവും തരും. എന്നിട്ട് എനിക്ക് ചൊല്ലിത്തന്നു, യാ സാബിഖൻ നിഅം വയാ ദാഫിഅൻ നിഖം യാ ഫാരിജൽ ഗം യാ കാശിഫൽ ദുലം യുഅദിൽ യാ അഅദലു മൻ ഹകം യാ ഹസീബു മൻ ളലം യാ അവ്വലും ബിലാ ബിദായ വലാ ആഖിറും ബിലാ നിഹായ ഇജ്അൽ ലീ മിൻ അംരി ഫറജൻ വമഖ്റജാ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ അന്ന് ഉണർന്നിട്ട് ഞാൻ ഈ ദിക്ർ, എനിക്ക് ചൊല്ലിത്തന്ന ഈ ദിക്ർ, ഈ ദുആ അല്ലാഹു തആലാനെ വിളിച്ചിട്ട്, അല്ലാഹുവേ യാ സാബിഅൻ നിഅം, നിഅമത്തുകളൊക്കെ പൂർത്തിയാക്കി തരുന്ന അല്ലാഹുവേ, എന്തെങ്കിലും വിഷയത്തിൽ കുടുങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്രതിസന്ധികൾക്ക് പരിഹാരമാണ് ഈ വലിയ ദുആ. യാ സാബിഅൻ നിഅം, അനുഗ്രഹങ്ങൾ പൂർത്തിയാക്കി തരുന്ന അല്ലാഹുവേ, യാ ദാഫിഅൻ നിഖം, ശിക്ഷകൾ മുഴുവനും തടഞ്ഞു വെക്കുന്ന അല്ലാഹുവേ, യാ ഫാരിജൽ ഗം, ടെൻഷൻ നീക്കുന്ന അല്ലാഹുവേ, യാ കാശിഫൽ ദുലം, ഇരുട്ട് മുഴുവനും നീക്കി വെളിച്ചം തരുന്ന അല്ലാഹുവേ, യാ അഅദലു മൻ ഹകം, ഹുക്മു ചെയ്യുന്നവരിൽ ഏറ്റവും നീതിമാനായ അല്ലാഹുവേ, അതേ യാ ഹസീബ മൻ ളലം, അതേ ദുൽമ ചെയ്തവരെ ഹിസാബ് എടുക്കുന്ന അല്ലാഹുവേ, യാ അവ്വലും ബിലാ ബിദായ, തുടക്കമില്ലാതെ, ഒരു തുടക്കം പറയാതെ അവ്വലായ അല്ലാഹുവേ, ആദ്യമേ ഉള്ളവനായ അല്ലാഹുവേ, യാ ആഖിറുൻ ബിലാ നിഹായ, ഒരവസാനം പറയാതെ എന്നെന്നും ഉള്ള അല്ലാഹുവേ, ഇജ്അൽ ലീ മിൻ അംരി ഫറജൻ മഖ്റജാ, എന്റെ ഈ വിഷയത്തിൽ നല്ലൊരു പരിഹാരം നീ എനിക്ക് തരണം. ഞാൻ അന്ന് ഉണർന്ന് ഈ ദിക്ർ ഞാൻ ചൊല്ലി കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ട് അല്ലാഹു വഹി ഇറക്കി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സബർ, ആ ക്ഷമക്ക് അല്ലാഹു തആല കൊടുത്ത പരിഹാരം ചെറുതല്ല. ആക്ഷേപിച്ച ആരെയും ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നും പറഞ്ഞില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, ഞാൻ ഈ വിഷയത്തിൽ ബരീഅത്താണ്, നിരപരാധിയാണ്, എന്റെ നിരപരാധിത്വം അല്ലാഹു തആല തെളിയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ നോക്ക്, അല്ലാഹു ഡയറക്റ്റ് ആയിട്ട് നിരപരാധിത്വം തെളിയിച്ച കുറച്ച് ആളുകൾ, ഡയറക്റ്റ് ആയിട്ട് അല്ലാഹു തആല അവരെ നിരപരാധിത്വം തെളിയിച്ചു. അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പിന്നാലെ സലീഹ കൂടിയിട്ട് യൂസുഫ് നബിയെ കിട്ടാൻ വേണ്ടി പാണിച്ച പാട് നോക്കിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം ഓടുമ്പോ വാതിലെത്തുമ്പോ വാതിൽ പൂട്ടിക്കണം. അപ്പൊ പുറത്തുനിന്നൊരു മുട്ട് ഇങ്ങനെ വാതിൽ. അപ്പൊ എന്താ, സലീഹയുടെ ഭർത്താവ് അസീസ് രാജാവ് പുറത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി തുറന്നെടുക്കല്ല, രക്ഷയില്ല. തുറന്നെടുത്തുമ്പോ യൂസുഫ് നബി അലൈഹി സ്വലാം മുന്നിൽ, പിന്നാലെ സലീഹ. എന്താ സംഭവം എന്ന് വെച്ചു. ഉടനെ തന്നെ സലീഹ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ കൊണ്ട് താമസിച്ച ഈ ചെറുപ്പക്കാരൻ എന്നെ കേറി പിടിക്ക, എന്നെ ആവശ്യപ്പെട്ട് ഞാൻ അദ്ദേഹത്തെ ആട്ടി ഓടിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ വന്നത്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ഈ വിഷയം പറയുന്നതിന്റെ മുമ്പ് ആദ്യം കയറി സംസാരിച്ചു സലീഹ. യൂസുഫ് നബി അലൈഹിസ്സലാം ഈ വിഷയം പറയാതെ തന്നെ അതിന് അല്ലാഹു തആല ഒരു നിരപരാധിത്വം തെളിയിക്കുന്ന ഒരു വലിയ ദൃഷ്ടാന്തം കൊടുത്തു. സലീഹയുടെ കുടുംബക്കാരിൽപ്പെട്ട, സലീഹക്ക് കുട്ടികളൊന്നുമില്ല, യൂസുഫ് നബി അലൈഹി സ്വലാമിന് മക്കളുണ്ടായിരുന്നു, പിന്നീട് കല്യാണം കഴിച്ച കുറെ കാലം കഴിഞ്ഞു. ആ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബക്കാരിയുടെ ഒരു കുട്ടി തൊട്ടിലുണ്ടായിരുന്നു, ഒരു വയസ്സും തികയാത്ത കുട്ടി. ആ തൊട്ടിൽ അങ്ങോട്ട് കേട്ടു അസീസ് രാജാവ്, വശഹിദ ഷാഹിദുൻ മിൻ അഹ്ലിഹാ, ഞാനൊരു തീരുമാനം പറഞ്ഞുതരാം. ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ ഫകദബത് വഹുവ മിനസ് സ്വാദിഖീൻ.
കുപ്പായ എവിടെ കീറിയത് നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നിലാ കീറിയതെങ്കിൽ ആ പെണ്ണ് പറഞ്ഞത് കളവാണ്. യൂസുഫ് നബി അലൈഹി സ്വലാം സത്യവാന്മാരിൽപ്പെട്ട ആളാണ്. മുന്നിലാ കീറിയതെങ്കിൽ സലീഖ പറയുന്നത് ശരിയാണ്, യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നത് കളവാണ്. കാരണം അങ്ങോട്ട് ചെല്ലുമ്പോഴാണല്ലോ ഒന്നും വെള്ളം കൂടുമ്പോ മുന്നോട്ട് തിരിയും. അല്ല, ഇത് പേടിച്ച് ഈ വിഷയത്തിൽ നിന്ന് സുരക്ഷിതത്വം തേടി ഓടുമ്പോഴാണല്ലോ പിന്നാലെ വലിക്കുക. അപ്പൊ പിന്നാലെ കീറുമല്ലോ. അസീസ് രാജാവ് നോക്കുമ്പോ പിന്നാലെ കുപ്പായം കീറിയത്. വേറെ തെളിവൊന്നും വേണ്ട, ഇത് നിന്റെ മഹാചതിയിൽപ്പെട്ടതാണ്, നീ ചെയ്ത ചതിയാണിത്. ഇന്ന കൈദകുന്ന അലീം, നിന്റെ ചതി. പുറത്ത് സലീഖക്ക് നല്ല തിരിച്ചടിയെ കിട്ടി. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ നിരപരാധിത്വം ഈ കുട്ടി സംസാരിച്ചത് വാർത്ത പറഞ്ഞപ്പോ ഭർത്താവിന്റെ മുന്നിൽ തടിയുരാൻ വേണ്ടിയിട്ട് യൂസുഫ് നബിയെ പ്രതിയാക്കി പറഞ്ഞ സലീഖക്ക് പുറത്ത് നല്ല തിരിച്ചടിയെ കിട്ടിയത്. അങ്ങാടിയിലെ പെണ്ണുങ്ങളും ഇമ്രാത്തുൽ അസീസ് തുറാവിദു ഫതാഹ, അസീസ് രാജാവിന്റെ പെണ്ണിൽപ്പെട്ട പരിപാടി, രാജാവിന്റെ പെണ്ണിൽപ്പെട്ട പരിപാടി. അവിടെ കൊണ്ടുവന്ന ഒരു ഖാദിമായ ഒരു അടിമയായി കൊണ്ടുവന്ന കുട്ടിയെ സ്വീകരിക്കാനും ആ കുട്ടിയെ വശീകരിക്കാനും ഇതാ പോലെ പരിപാടി. ഇതിങ്ങനെ വല്ലാത്ത പറച്ചിൽ പറഞ്ഞില്ലേ, തലവേദന പോണോ. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ നിരപരാധിത്വം അല്ലാഹു തെളിയിച്ചത് സംസാരത്തിന് പ്രായമെത്താത്ത കുട്ടിയെ കൊണ്ടാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം അന്ന് മൂസാ നബിനെ കുളിക്കാൻ ഓപ്പണായി കുളിക്കാം. നമ്മളെ ശരീരത്തിൽ അങ്ങനെ പറ്റൂല കേട്ടോ, നമ്മളെ ശരീരത്തിൽ അങ്ങനെ പറ്റൂല. അത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും തോട്ടിന്റെ അരികിൽ കുളിച്ചാണെങ്കിൽ നല്ലോണം മറ പാലിക്കണം. സ്ത്രീകൾ നല്ലോണം മറ പാലിക്കണം. ഒരു നിലക്കും ഈ തെളിഞ്ഞ വെള്ളത്തിൽ സൗസരയിച്ച് നിൽക്കാൻ പാടില്ല, അത് വലിയ ബുദ്ധിമുട്ടാണ്. റോഡും പാലൊക്കെ പോകുന്ന സ്ഥലത്താണ് നിലക്കും അങ്ങനെ നിൽക്കരുത്. ദയവായിട്ട് കുളിറൂമില്ലെങ്കിൽ എന്തെങ്കിലും പിരിച്ച് നമ്മൾ തരാം, അങ്ങനെ നിൽക്കരുത്, വലിയ ബുദ്ധിമുട്ടാണ്. സത്യത്തിൽ മുണ്ടൊക്കെ ഇട്ട് നമുക്ക് നീന്തി കുളിക്കൊക്കെ ചെയ്യാം, പക്ഷെ തെളിഞ്ഞ വെള്ളത്തിൽ അത് അയച്ചിട്ടുണ്ട് ലാസ്റ്റ് റാഹത്തിന് തോത്തൽ, അതാണ് സഹിച്ചുവിടാത്തത്. ആ വള്ളത്തിനെ തോന്നി കയറുമ്പോൾ റാഹത്തിന് അത് വലിയ ബുദ്ധിമുട്ടാണ്, വലിയ സങ്കടമാണ്. പരിശുദ്ധയുടെ കാര്യങ്ങളൊക്കെ പോകുമ്പോ ആരോ പോകുന്നോ ഇല്ലേ നോക്കിയിട്ടല്ലല്ലോ ഹുക്മ് പറയേണ്ടത്, സാഹചര്യം അങ്ങനെ ഉണ്ടാകുമോ ഇല്ലേ നോക്കിയിട്ടല്ലേ വിധി പറയേണ്ടത്. പോയാൽ സംഗതി വശാൽ ബുദ്ധിമുട്ടല്ലേ, അത് നോക്കിയിട്ടല്ലേ. അതുകൊണ്ട് ആ രൂപത്തിൽ കാണുന്ന രൂപത്തിലാകരുത്. സ്ത്രീകൾ കുളിക്കാൻ ഇറങ്ങുന്ന ഭാഗമുണ്ടെങ്കിൽ അവിടെ നല്ല മറ വേണം. അന്യ പുരുഷന്മാർ പോകുന്ന ഒരു ഭാഗത്തൊന്നും ഒരിക്കലും തോട്ടേരികളിൽ മാക്സിയോ മറ്റോ ഉപയോഗിച്ച് കുളിക്കരുത്. അലക്കി നിങ്ങൾ വേഗം സ്ഥലം വിടണം, കുളി വീട്ടിൽ തന്നെ ആക്കണം. അതിപ്പോ ശ്രദ്ധിക്കണം. അത് നോക്കാനായിട്ട് ചിലപ്പോൾ ചില ആൾക്കാരുണ്ടാവും, അതിനായിട്ട് സെബിയിലായിട്ട് നിൽക്കണം, വേറെ പണിയൊന്നും ഉണ്ടാവില്ല. ഇപ്പത്തെ കാലല്ലേ ഇത്, ഫ്ലാഷ് മിന്നാതെ മുഴുവനും പകർത്തുന്ന കാലം. അപ്പൊ അതിനും വേണ്ടി നടക്കുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്. മൂസാ നബി അലൈഹി സ്വലാം അവരെ കൂടെ കുളിച്ചാലും ഒറ്റ കുളിച്ചാലും ഒക്കെ മറ സ്വീകരിച്ചേ കുളിക്കും. ഇങ്ങനെ അരമുണ്ട് ഉടുത്തു, ശരിക്കും പൊക്കളും മുട്ടും അറിയണം, മുണ്ടെടുത്തേ കുളിക്കും. അപ്പൊ ചിലര് പറഞ്ഞു നമ്മളൊക്കെ കുളിക്കണം അങ്ങനല്ലേ, കുഴപ്പമില്ല, ഒരു ശരീരത്തിൽ കുഴപ്പമില്ല. മൂസാ നബി അലൈഹി സ്വലാം എന്തോ ഒരു കുഴപ്പം, അല്ലാതെ അങ്ങനെ മുണ്ടെടുത്ത് കുളിക്കൂലല്ലോ. ഇത് കുറച്ചാൾക്ക് പറയാൻ തുടങ്ങി. ഇതിനിപ്പോ അല്ലാഹു തആല തന്നെ ഈ വിഷയം മാറ്റണ്ടേ, അല്ലാഹു തആല തന്നെ ബോധ്യപ്പെടുത്തണ്ടേ. മൂസാ നബി അലൈഹി സ്വലാം എത്ര പറഞ്ഞാലും എന്തോ ഉണ്ട്. മൂസാ നബി അലൈഹി സ്വലാമോട് പോയിട്ട് മക്കളെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ല, ഞങ്ങൾ ഞങ്ങളോട് പോലെ കുളിക്കും. മൂസാ നബി അലൈഹി സ്വലാം വലിയ ഹയാനുള്ള മഹാനല്ലേ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം കുളിക്കാൻ വേണ്ടി ചെന്ന് കുളിക്കുന്ന ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഡ്രസ്സ് ഇങ്ങനെ അങ്ങോട്ട് അയച്ചു വെച്ചപ്പോ രണ്ട് ഡ്രസ്സുമായിട്ട് പാറക്കല്ലാണ് ഓടി. ഒരു പാറപ്പുറത്ത് വെച്ച് പാറക്കല്ലോടി. ആറന്റെ പിന്നാലെ മൂസാ നബി അലൈഹി സ്വലാം സൗബി ഹജർ, കല്ല് എന്റെ വസ്ത്രം കൊണ്ട. കല്ലിനോട് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ കല്ല് കേൾക്കും. അപ്പൊ രണ്ടിലും പറഞ്ഞ കല്ലും കേൾക്കും, മരം കേൾക്കും. കല്ല് അങ്ങനെ ഓടി. കല്ലിനെ അല്ലാഹു തആല പ്രവർത്തിക്കണം. ഇത് പറയുന്ന ഏമാന്മാരിൽ നിന്ന് കുറച്ച് ആൾക്കാർക്ക് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തിന്റെ ഭംഗി കാണിക്കുക എന്ന് അല്ലാഹു തആല നിശ്ചയമുണ്ടായി. ഒരു കുഴപ്പം മൂസാ നബി അലൈഹി സ്വലാമിനില്ല. അവരത് കണ്ടു.
കണ്ടപ്പോ പിന്നെ അവർ ആ ഒരു ധാരണ തിരുത്തി. ഇത് ഈ പറച്ചില് വലിയ വിഷയല്ലേ, അവരെ വിശ്വാസത്തെ വരെ ബാധിക്കൂലേ, അപ്പൊ അവരെയും രക്ഷപ്പെടുത്തണല്ലോ. കണ്ട് അവർ ബാക്കിയുള്ളവർക്ക് കൈമാറി സന്ദേശിക്കാൻ ഇല്ലട്ടോ. മൂസാ നബിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. മൂസാ നബി അലൈഹിസ്സലാം തികഞ്ഞ നല്ല സൃഷ്ടിപ്പിന്റെ ഉടമയാണ്, ഒരു കുഴപ്പം മൂസാ നബിക്കില്ല എന്നവരെ ബോധ്യപ്പെടുത്തി അള്ളാഹു ഡയറക്റ്റ് ആയിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്താണ്. മറ്റൊന്ന് ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹ. മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് കുട്ടിയുണ്ടായപ്പോൾ ആൾക്കാരൊക്കെ വന്ന് പിടിക്കലും വലിക്കലും ചീത്ത പറയലും പാപ്പാനെ പറയലും ഉമ്മാനെ പറയലൊക്കെ ആയപ്പോ തൊട്ടിയിൽ കിടക്കുന്ന കുട്ടിയല്ലേ ഒന്നാം ദിവസം തന്നെ സംസാരിച്ചത് ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യ. ജനങ്ങളെ, നിങ്ങൾ പലരും പറയുമ്പോൾ ഞാനൊരു ജാരസന്തതിയല്ല, ഞാനൊരു ദൈവത്തിന്റെ പുത്രനുമല്ല, ദൈവത്തിന്റെ അവതാരവുമല്ല, ദൈവത്തിന്റെ സങ്കല്പവുമല്ല. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അല്ലാഹു എനിക്ക് കിതാബ് തന്നു കഴിഞ്ഞു, എന്നെ അല്ലാഹു നബിയാക്കി നിശ്ചയിച്ചു കഴിഞ്ഞു. തുടരെ അങ്ങോട്ട് ശരിക്കും വിവരങ്ങളൊക്കെ കൊണ്ട് എണ്ണി പറഞ്ഞപ്പോ അത് അല്ലാഹു തആല കൊടുത്തൊരു ബറാഅത്താണ്. നാലാമത്തേതായിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ അല്ലാഹു തആല ആയത്തിറക്കിയിട്ട് നബി തങ്ങളെ സന്തോഷിപ്പിച്ചു, വല്ലാത്ത സന്തോഷം. ഈ ഇറങ്ങിയ ആയത്തുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഓതിക്കൊടുത്തു. ആ ഇഫ്കിന് ഉണ്ടായിരുന്ന ആളുകളെ, ആ വിഷയത്തിൽ അപവാദത്തിൽ കുടുങ്ങിയ ആളുകളെ 80 അടി അടിച്ചു. അവർ 80 അടി എടുക്കാൻ ഉത്തരവിട്ട് 80 അടി അടിച്ചു. ആ വിഷയ സംബന്ധിയായിട്ട് ആദ്യം ഇറങ്ങിയ ആയത്താണ് നമ്മൾ ഇന്ന് ഓതിയത്. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. ആ വ്യാജ വർത്തമാനം കൊണ്ടുവന്ന ആളുകൾ നിങ്ങളിൽപ്പെട്ട ഒരു ചെറു വിഭാഗമാണ്. അവർ നിങ്ങൾക്ക് ശർറാണെന്ന് വിചാരിക്കരുത്, അവർ നിങ്ങൾക്ക് ഗുണകരമാണ്. അതുകൊണ്ട് ഒരുപാട് ഖൈർ അവർ കാരണമായിട്ട് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ലികുല്ലിം ദിമിൻഹും നക്തസബ മിനൽ ഇസ്ം. ഓരോരുത്തരും സമ്പാദിച്ച കുറ്റത്തിന്റെ തോതനുസരിച്ച് ഓരോരുത്തർക്കും അല്ലാഹു തആല നൽകും. പക്ഷേ നേതൃത്വം വഹിച്ച ആൾക്ക് ഒരുപോലെയല്ല. വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം. നേതൃത്വം വഹിച്ച ആൾക്ക് അയാൾക്ക് വലിയ ശിക്ഷയുണ്ട്, കടുപ്പമേറിയ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വം വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. ആ മഹദി സാദാ മഹദിയല്ല, കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണല്ലോ. ആ ഭാര്യയ്ക്ക് വലിയ മഹത്വമുണ്ട്. അതുകൊണ്ട് പറയേണ്ട ഒരു വാക്കെന്താന്ന് വെച്ചാല്, ഖുർആനിലൂടെ നിരപരാധിത്വം വ്യക്തമാക്കി അല്ലാഹു തആല വെളിവാക്കി തന്നതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി അതിനുശേഷം ഇനി ആര് ആരോപണം പറഞ്ഞാലും ഫഇന്നഹു കാഫിറുൻ ബിനസ്ഫിൽ ഇജ്മാ, ഉടനടി ആള് കാഫിറായി. ആയിഷ ബീവിക്കും അങ്ങനെ ഉണ്ടായില്ലേ എന്ന് പോലും ഉദാഹരണമാക്കി പറയാൻ പാടില്ല. നിബിതങ്ങളെ ഭാര്യനെ പറ്റി പോലും അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ഉദാഹരണമാക്കി പറയാൻ പാടില്ല. കാരണം അങ്ങനെ ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് അല്ലാഹു തആല ആയത്തിറക്കിയില്ലേ. ഇനി അങ്ങനെ ഉണ്ടായില്ലേ എന്ന് അങ്ങനെ പറയില്ല, അങ്ങനെ സംഭവിച്ചില്ലേ എന്ന് എങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ ഇല്ലല്ലോ, ഇല്ലാന്ന് വ്യക്തമായിട്ട് തന്നെ തെളിഞ്ഞല്ലോ. ഇവിടെ ഒരു മിസാലായിട്ട് പോലും ഉദാഹരണമായിട്ട് പോലും അങ്ങനെ പറയാൻ പാടില്ല. സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാതിൻ ലഅല്ലകും തദക്കറൂൻ. അസ്സാനിയതു വസ്സാനി ഫജ്ലിദൂ കുല്ല മിൻഹുമാ من المؤمنين. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله
إنه لمن الصادقين والخامسة أن لعنة الله عليه إن كان من الكاذبين ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين والخامسة أن غضب الله عليها إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد